നമസ്കാരം പ്രിയപ്പെട്ടവരെ, ഒരു പുതിയ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കഥ ബാറോസിൻ്റെ കഥയാണ്. ബാറോസ് എന്ന സംഭവം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. നമ്മുടെ പ്രിയപ്പെട്ട മോഹൻലാൽ ആദ്യമായിട്ട് സംവിധാനം ചെയ്യുന്ന ചിത്രമാണ്. ഈ സിനിമ ജിജോ പൊന്നൂസിൻ്റെ നോവലിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്. പക്ഷേ ഈ നോവലായിക്കോട്ടെ സിനിമയായിക്കോട്ടെ അത് ഇൻസ്പയർഡ് ആയിരിക്കുന്നത് വളരെയധികം പോപ്പുലർ ആയിട്ടുള്ള, പ്രത്യേകിച്ച് ഈ പശ്ചിമ കൊച്ചിയിൽ ഫോർട്ട് കൊച്ചി, വൈപ്പിൻ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ വളരെ പോപ്പുലർ ആയിട്ടുള്ള കാപ്പിരി മുത്തപ്പൻ എന്ന കെട്ടുകഥയിലാണ്. ഈ കെട്ടുകഥയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടിട്ടാണ് ജിജോ ഈ നോവൽ എഴുതിയിട്ടുള്ളത്. ആദ്യമായിട്ട് ഇങ്ങനൊരു സംഭവത്തെക്കുറിച്ച് ജിജോ ശ്രദ്ധിക്കുന്നത് 1980കളിലാണ്. ആ സമയത്താണ് ഇവരൊരു സിനിമ, കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു 3D സിനിമയെക്കുറിച്ച് ചിന്തിക്കുന്നത്. അതാണ് പിന്നീട് മൈ ഡിയർ കുട്ടിച്ചാത്തൻ എന്ന പേരിൽ റിലീസായ സിനിമ. പക്ഷേ ആ സിനിമയിൽ പറയുന്ന കഥ നമ്മുടെ നാട്ടിലൊക്കെ വളരെ പോപ്പുലർ ആയിട്ടുള്ള കുട്ടിച്ചാത്തൻ കഥ തന്നെയാണ്. അതേസമയം കാപ്പിരി മുത്തപ്പൻ്റെ കഥയിലേക്ക് പിന്നീട് ജിജോ എത്തിച്ചേരുന്നത് 2003ലാണ്. 2003 കൊച്ചിക്കായലിൻ്റെ തീരത്തോടെ നടന്നു പോകുമ്പോൾ കൂടെ അന്നേരം സംവിധായകൻ ജൂഡ് അട്ടിപ്പേറ്റി ഉണ്ടായിരുന്നു. ഇവർ രണ്ടുപേരും കൂടെ നടന്നു പോകുമ്പോഴാണ് യാദൃശ്ചികമായിട്ട് ഈ കാപ്പിരി മുത്തപ്പൻ്റെ ലെജൻഡിലേക്ക് എത്തിച്ചേരുന്നത്. ആ കഥയാണ് ഇനി അങ്ങോട്ട് പറയാൻ പോകുന്നത്. പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പ് ഇത് നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന ചാനലാണ് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം, പറന്നു പോകരുത്. കാപ്പിരി മുത്തപ്പൻ, ഈ കാപ്പിരി എന്ന പേര് എങ്ങനെ വന്നാണെന്ന് ആദ്യം ഒന്ന് നമുക്ക് നോക്കാം. ഞങ്ങളൊക്കെ കേട്ടിട്ടുള്ള ഒരു കഥയാണ് കേട്ടോ. ഇത് സത്യത്തിൽ പോർച്ചുഗീസുകാരുടെ ബന്ധപ്പെട്ടല്ല, പക്ഷേ ഡച്ചുകാരുടെ വരവുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. ഗോവയിലേക്ക് ഡച്ചുകാരുടെ അധിനിവേശം ഉണ്ടായപ്പോൾ, അതായത് പോർച്ചുഗീസുകാരെ കീഴടക്കി ഡച്ചുകാർ ഗോവ കീഴടക്കാൻ തുടങ്ങിയ സമയത്ത് അവിടെ നിന്നും ഷേണായ് കുടുംബത്തിൽപ്പെട്ട ഒരു കുടുംബം പലായനം ചെയ്തു പോന്നു. എന്ന് വെച്ചാൽ നാട് വിട്ടു പോന്നു. സ്വത്തൊക്കെ എടുത്തിട്ട് ഒരു ജ്യേഷ്ഠാനുജൻ, ജ്യേഷ്ഠൻ്റെ ഭാര്യ, അങ്ങനെ കുടുംബമായിട്ട് അവർ നാട് വിട്ട് കർണാടക വഴി ചേരാനല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിച്ചേർന്നു. അന്നേരം അവരുടെ കൂടെ സഹായിയായിട്ട് ഒരു കാപ്രി എന്ന അടിമയുണ്ടായിരുന്നു. ഈ അടിമകളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് പോർച്ചുഗീസുകാർ തന്നെയാണ്. കുഞ്ഞു സ്കൂളുകളിൽ നിങ്ങൾ ചരിത്രം പഠിച്ചിട്ടുണ്ട്, അത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് എന്ന് പറയുന്ന സ്ഥലം ആഫ്രിക്കയുടെ ഒരു മുനമ്പാണ്. അതുവഴിയാണ് പോർച്ചുഗീസുകാർ ഇന്ത്യയിലേക്ക് വരുന്നത്. അങ്ങനെ വരുന്ന വഴി ഈ കിഴക്കൻ ആഫ്രിക്കയിൽ നിന്നുള്ള ചില അടിമകളൊക്കെ പോർച്ചുഗീസുകാർ പിടിച്ചിട്ടുണ്ടായിരുന്നു. അവരെ പിന്നീട് ഇന്ത്യയിലെത്തിയപ്പോൾ ഇന്ത്യയിലെ അടിമച്ചന്തകളിൽ വിറ്റു. ഇവിടെ ഈ വള്ളം തുഴയാനായിട്ടും വലിയ വലിയ ബിൽഡിങ്ങുകളൊക്കെ പണിയാനായിട്ടും കഠിനമായ ജോലിയൊക്കെ ചെയ്യാനായിട്ട് ഈ അടിമകളാണ് ഉപയോഗിച്ചിരുന്നത്. അത്തരത്തിലുള്ള ഒരു അടിമയായിരുന്നു കാപ്രി. ഈ കാപ്രി ഈ കുടുംബത്തിന്റെ വിശ്വസ്തനായ ഒരു സേവകനായിരുന്നു. ഇവർ വരുന്ന വഴി 2 ഡച്ച് അഡ്മിറൽമാരൊക്കെ കൊന്നിട്ടാണ് വരുന്നത്. അതൊക്കെ ഈ കാപ്രിയുടെ സഹായത്തോടെയാണ് ചെയ്യുന്നത്. അങ്ങനെ ചേരാനിലൂരെത്തിയ ഈ കുടുംബം അവിടെയുള്ള ഒരു ഇല്ലം, ഒരു നമ്പൂതിരിയുടെ ഇല്ലം ആക്രമിച്ച് കീഴടക്കി. അതും ഈ കാപ്രിയുടെ സഹായത്തോടെയാണ് കീഴടക്കിയത്. എന്നിട്ട് അവിടെ താമസമാക്കി. ഇങ്ങനെ താമസമാക്കി വരുമ്പോൾ ജ്യേഷ്ഠന് കാപ്രിയോട് അസൂയുണ്ടായിരുന്നു. ഒന്ന് അനിയന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. എല്ലാ കാര്യത്തിനും അനിയൻ ഈ കാപ്രിയുടെ അടുത്താണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ കാപ്രിയെ ചതിച്ചു കൊല്ലാനായിട്ട് ജ്യേഷ്ഠൻ തീരുമാനിച്ചു. അത് മനസ്സിലാക്കി അനിയൻ ഈ ജ്യേഷ്ഠനോട് ദേഷ്യം തോന്നുകയും അയാളെ കൊല്ലുകയും ചെയ്തു. പക്ഷേ ദൗർഭാഗ്യകരമെന്ന് പറയാതെ എന്ത് ചെയ്യാൻ, കാപ്രിയും മരണപ്പെട്ടു. മരിച്ചു പോകുന്ന സമയത്ത് കാപ്രി ഈ ഷേണായ് കുടുംബത്തിലെ അനിയനോട് ഒരു വാഗ്ദാനം കൊടുക്കുന്നുണ്ട്. നീയും നിന്റെ തലമുറയും എത്ര കാലത്തോളം എന്നെ ആരാധിക്കുന്നുവോ അത്രയും കാലത്തോളം, എന്നെന്ന് വെച്ചാൽ എൻ്റെ ആത്മാവിനെ ആരാധിക്കുന്നുവോ അത്രയും കാലത്തോളം നിങ്ങളുടെ കുടുംബത്തിൻ്റെ എന്താഗ്രഹം ഉണ്ടെങ്കിലും ഞാൻ സാധിച്ചു തരും. ഈ കാപ്രിയാണ് പിന്നീട് കാപ്പിരിയായി തീർന്നത് എന്നാണ് നമ്മൾ കേട്ടിട്ടുള്ള ഒരു കഥ. അതല്ലാതെ വേറൊരു കഥയുള്ളത്, ആഫ്രിക്കയിൽ നിന്ന് ഇങ്ങനെ പിടിച്ചുകൊണ്ടുവന്ന അടിമകളെക്കുറിച്ച് പറഞ്ഞത്. അവരെ വിളിച്ചിരുന്ന പേര് കാഫിർ എന്നാണ്. കാഫിർ എന്ന പേര് വിളിച്ച് കാപ്പിരിയായി തീർന്നു എന്നാണ് പിന്നീട് അറിഞ്ഞത്. അങ്ങനെയാണ് കാപ്പിരി എന്ന പേര് വന്നത്. ഇനി കാപ്പിരി മുത്തപ്പന്മാർ എങ്ങനെയാണ് ഉണ്ടായത്? പോർച്ചുഗീസുകാർ വാസ്കോഡി ഗാമയുടെ നേതൃത്വത്തിൽ കാപ്പാട് എത്തുന്നു. പിന്നീട് അവർ തീരപ്രദേശങ്ങൾ, പ്രധാനമായിട്ടും കൊച്ചിയും ഗോവയും ഒക്കെ അവർ കീഴടക്കുന്നു. അവരുടെ ഒരു താവളമായിട്ട് മാറുകയാണ്. ആ സമയത്ത് ഗോവ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ലൈഫിൻ്റെ ഏറ്റവും ബെസ്റ്റ് ടൈമിൽ നിൽക്കുന്ന സമയമാണ്. പോർച്ചുഗീസിൽ നിന്നൊക്കെ ഗോവയിലെത്തുന്ന ആൾക്കാർ മടങ്ങിപ്പോകില്ലെന്നാണ് പറയുന്നത്. അതിനെക്കുറിച്ച് പോർച്ചുഗീസ് ഭാഷയിൽ തന്നെ ഒരു പഴഞ്ചൊല്ലുണ്ട്. കൊച്ചി കണ്ടവൻ അച്ചി വേണ്ട, കൊല്ലം കണ്ടവൻ ഇല്ലം വേണ്ട എന്ന് പറയുന്നത് പോലെ ഗോവ കണ്ടവന് പിന്നീട് ലിസ്ബൺ വേണ്ട എന്നൊരു പഴഞ്ചൊല്ല് പോർച്ചുഗീസ് ഭാഷയിൽ തന്നെയുണ്ട്. ഗോവ ഒരിക്കൽ കണ്ടു കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് ലിസ്ബൺ എന്ന് പറയുന്നത് പോർച്ചുഗലിന്റെ ക്യാപിറ്റൽ സിറ്റിയാണ്. മാത്രമല്ല അതായിരുന്നു അവിടുത്തെ ഒരു തുറമുഖ നഗരം. അവിടെ നിന്നാണ് കപ്പൽ കയറിയിട്ട് ഗോവയിലേക്ക് ആൾക്കാർ വരുന്നത്. അപ്പോൾ തിരിച്ച് ലിസ്ബണിലേക്ക് പോകാനായിട്ട് ആൾക്കാർക്ക് തോന്നില്ല എന്നൊരു പഴഞ്ചൊല്ല് ഉണ്ടായിരുന്നു. അത്രയ്ക്ക് പ്രൗഢഗംഭീരമായിരുന്നു ഗോവയിലെ ജീവിതം. ആ സമയത്താണ് ഡച്ചുകാർ വന്നിട്ട് പോർച്ചുഗീസുകാർ തോൽപ്പിച്ച് ഗോവയൊക്കെ പിടിച്ചെടുക്കാൻ തുടങ്ങിയത്. ഇങ്ങനെ പിടിച്ചെടുക്കാൻ തുടങ്ങിയ സമയത്ത് പോർച്ചുഗീസുകാരുണ്ടല്ലോ,
അവർക്ക് ഒരുപാട് സ്വത്തുക്കളുണ്ട്. അതുമാത്രമല്ല ഇവരുടെ ഒരുപാട് രേഖകളുണ്ട്, ഭരണപരമായിട്ടുള്ള ഒരുപാട് രേഖകളുണ്ട്. ഓടിപ്പോകുന്ന സമയത്ത് എല്ലാം എടുത്തുകൊണ്ട് പോകാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അവരെന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ സ്വത്ത്, സ്വർണവും പണവും അടക്കമുള്ള കാര്യങ്ങളൊക്കെ വലിയൊരു പെട്ടിയിലാക്കി ഇവരുടെ കൊട്ടാരത്തിൻ്റെ നിലവറയുടെ അടിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ വിജനമായ പറമ്പിലോ കൊണ്ടുപോയി കുഴിച്ചിടുന്നതിൻ്റെ കൂട്ടത്തിൽ അല്ലെങ്കിൽ നിലവറയിൽ അടച്ചിടുന്നതിൻ്റെ കൂട്ടത്തിൽ ഇവരുടെ അടിമകളിൽ ഒരാളെ, ആഫ്രിക്കയിൽ നിന്ന് കൊണ്ടുള്ള അടിമകളിൽ ഒരാളെ ഇതോടൊപ്പം ജീവനോടെ തന്നെ അടക്കം ചെയ്യും, അല്ലെങ്കിൽ അയാളെ കൊന്നിട്ട് ഇതോടൊപ്പം തന്നെ അടക്കം ചെയ്തു വെക്കും. അങ്ങനെ ചെയ്തതിന് ശേഷം ഒരു സെറിമണി ഉണ്ട്, അതിന് വൂഡോ സെറിമണി എന്നാണ് പറയുന്നത്. വൂഡോ ഡോൾ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും അല്ലേ? കുറച്ച് ഈ പ്രേത സിനിമയിലൊക്കെ കാണുന്നൊരു സംഭവമാണ് വൂഡോ ഡോൾ. കാണുമ്പോൾ തന്നെ നമുക്ക് ചെറിയൊരു പേടി ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. ഇതിന് വൂഡോ സെറിമണി എന്നാണ് പറയുന്നത്. ഇത് ഹെയ്റ്റി ദ്വീപുകളിൽ നിന്നാണ് ഈ ആചാരം വന്നത്. ഹെയ്റ്റിയിലെ ഈ ആചാരം അനുസരിച്ച് എന്താ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ ഈ വൂഡോ സെറിമണിയിലൂടെ ഈ മരിച്ച ആളുടെ ആത്മാവുണ്ടല്ലോ, അയാളെ നമ്മളുടെ സ്വത്തിൻ്റെയും ജീവൻ്റെയും സംരക്ഷകനായിട്ട് മാറ്റും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാളൊരു ആത്മാവായി മാറി അല്ലെങ്കിൽ ഒരു ഭൂതമായി മാറിയിട്ട് നമ്മളുടെ സ്വത്തും ജീവനും സംരക്ഷിക്കാൻ തുടങ്ങും. ഇതാണ് ഈ വൂഡോ സെറിമണി എന്ന് പറയുന്നത്. ഇതനുസരിച്ചിട്ടാണ് ഈ കാപ്പിരികളെ അടക്കം ചെയ്യുന്നത്. അങ്ങനെ അടക്കം ചെയ്യുന്ന കാപ്പിരികൾ പിന്നീട് അവരുടെ ആത്മാവ് ഭൂതമായിട്ട് മാറുകയും ആ ഭൂതം ഈ നിധി സംരക്ഷിക്കുകയും ചെയ്യുമെന്നുള്ളതാണ് വിശ്വാസം. ഈ ഭൂതത്തെയാണ് നമ്മളുടെ ഈ കൊച്ചിക്കാരി കാപ്പിരി മുത്തപ്പൻ എന്ന് വിളിക്കുന്നത്. ഇതാണ് കാപ്പിരി മുത്തപ്പൻ്റെ കഥ. സത്യത്തിൽ ഞങ്ങളുടെ നാട്ടിൽ ലന്തപ്പറമ്പ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ഞാൻ വൈപ്പിനിലാണ് ജനിച്ചതും വളർന്നതും. അവിടെ സാന്റാക്രൂസ് ഹൈസ്കൂളിലെ കിഴക്ക് ഭാഗത്തോട്ട് പോകുമ്പോൾ പ്രധാനമായിട്ട് അവിടെ താമസിക്കുന്നത് ആംഗ്ലോ ഇന്ത്യൻസ് ആണ്. അവിടെ ലന്തപ്പറമ്പെന്ന് പറഞ്ഞൊരു ഒഴിഞ്ഞ സ്ഥലമുണ്ടായിരുന്നു. ഇപ്പോഴത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അവിടെ ഞങ്ങൾ കളിക്കാനൊക്കെ പോകും, ക്രിക്കറ്റ് കളിക്കാനും ഫുട്ബോൾ കളിക്കാനൊക്കെ പോകും. പക്ഷേ കാർന്നമാർ അവിടെ കളിക്കാൻ സമ്മതിക്കില്ല. അവർ പറയുന്നത് അവിടെ കാപ്പിരികളുണ്ട് എന്നാണ് പറയുന്നത്. ഒരുപക്ഷെ ഈ സ്ഥലം പിന്നീട് ഡച്ചുകാർ പിടിച്ചടക്കിയതായിരിക്കും. കാരണം ലന്തക്കാരെന്ന വാക്ക് ഉപയോഗിക്കുന്നത് ഡച്ചുകാരെ വിശേഷിപ്പിക്കാനാണ്. ഇംഗ്ലീഷുകാരെ ഇംഗ്രീസുകാരെന്നും ഫ്രഞ്ചുകാരെ പരാന്തരീസുകാരെന്നും പോർച്ചുഗീസുകാരെ പറങ്കികൾ എന്നാണ് വിളിക്കുന്നത്. ആ കൂട്ടത്തിൽ ഡച്ചുകാരെ വിളിക്കുന്ന പേരാണ് ലന്തക്കാര്. ഒരുപക്ഷെ ഈ പോർച്ചുഗീസുകാരെ ഇവിടം വിട്ട് പോയപ്പോൾ ആ സ്ഥലം ഡച്ചുകാർ പിടിച്ചടക്കിയിട്ട് ആ സ്ഥലത്തിന് ചിലപ്പോൾ ഡച്ചുകാരുടെ സ്ഥലം എന്ന അർത്ഥത്തിലായിരിക്കും ലന്തപ്പറമ്പ് എന്ന പേര് വന്നത്. എന്തായാലും ഞങ്ങൾ അവിടെ കളിക്കാൻ സമ്മതിക്കില്ലായിരുന്നു. അവിടെ കാപ്പികളുണ്ട് എന്നുള്ളതാണ് അവിടെയുള്ള ആളുകളുടെ വിശ്വാസം. എന്ന് മാത്രമല്ല രാത്രി ഭക്ഷണം കഴിക്കുമല്ലോ നമ്മൾ. അങ്ങനെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ചില സ്ഥലത്ത് ഈ കോക്കാച്ചി വരും മക്കളെ എന്നൊക്കെ പറയുന്ന പോലെ നമ്മളായിട്ട് പറഞ്ഞ് പേടിപ്പിക്കുന്ന ഒരു കാര്യമാണ് കാപ്പിരി വരും ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ. ഞങ്ങളുടെയൊക്കെ ഒരു ഇമാജിനേഷനിൽ കാപ്പിരി എന്ന് പറയുന്നത് വളരെ പൊക്കം കുറഞ്ഞൊരു ഭൂതമാണ്. എന്തായാലും ഈ കാപ്പിരി മുത്തപ്പനെ ഉപയോഗിച്ചിരുന്നത് സ്വത്തൊക്കെ സംരക്ഷിക്കാൻ വേണ്ടിയാണ്, നിധിയൊക്കെ സംരക്ഷിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ ഈ കാപ്പിരി മുത്തപ്പൻ്റെ അടുത്ത് ആളുകൾ പോയി പ്രാർത്ഥിക്കും. കാപ്പിരി മുത്തപ്പനെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന സ്ഥലത്തിന് പറയുന്ന പേര് മുത്തപ്പൻ മാടങ്ങൾ എന്നാണ്. സത്യത്തിൽ എൻ്റെ അപ്പൂപ്പനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ മുത്തപ്പൻ മാടം. മുളവുകാട് കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു. അവിടെ ഞങ്ങൾ വർഷത്തിലൊരിക്കൽ വിളക്ക് വെക്കാനൊക്കെ പോയിരുന്നു ഈ മുത്തപ്പൻ മാടത്തിൽ. വളരെ പോപ്പുലറായിട്ടുള്ളൊരു മുത്തപ്പൻ മാടം ഉള്ളത് മട്ടാഞ്ചേരിയിലെ മങ്ങാട്ടുമുക്കിലാണ്. അവിടെ ഇപ്പോഴും ആളുകളൊക്കെ പോയി പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രധാനമായിട്ടും പ്രാർത്ഥിക്കുന്നത് നിധി കിട്ടാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ ജീവിതത്തിൽ പെട്ടെന്ന് എന്തെങ്കിലും സൗഭാഗ്യം വരുന്നതിന് വേണ്ടിയാണ്. പക്ഷേ കാപ്പിരി മുത്തപ്പൻ്റെ പ്രധാന ദൗത്യം എന്ന് പറയുന്നത് കടലിൽ പോകുന്നവരെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. നമ്മുടെ വൈപ്പിങ്കരക്കാരുടെ ജീവിതമായാലും ശരി, ഫോർട്ട് കൊച്ചിക്കാരുടെ ജീവിതമായാലും ശരി, പശ്ചിമ കൊച്ചിയിൽ ആരുടെ ജീവിതമായാലും ശരി, ഒരു കാലത്ത് കടലുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് കിടന്നിരുന്നത്. ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ്. വലിയൊരു ശതമാനം ആൾക്കാർ ചിലപ്പോൾ മറ്റൊരു തൊഴിലിലേക്ക് പോയിട്ടുണ്ടെങ്കിലും കടലിൽ പോയി മീൻ പിടിച്ച് ജീവിക്കുന്നവരായിരുന്നു വലിയൊരു വിഭാഗം ആളുകളും. അതുകൊണ്ട് തന്നെ കടലിൽ സഞ്ചരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു. ഈ പ്രദേശത്തൊക്കെ പോപ്പുലറായിട്ടുള്ള ദേവാസ്തുവിളിയുണ്ട്. ആ ദേവാസ്തുവിളിയിലെ ഒരു പ്രാർത്ഥന തന്നെ കടലിൽ സഞ്ചരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് എന്ന് തുടങ്ങുന്ന പ്രാർത്ഥനയാണ്. അപ്പോൾ മുത്തപ്പൻ്റെ പ്രധാന പണി കടലിൽ സഞ്ചരിക്കുന്നവരെ നേരായ ദിശയിൽ എത്തിച്ചേർക്കുക എന്നുള്ളതാണ്. അതുകൂടാതെ തന്നെ ഇതുപോലെ ജീവിതത്തിൽ സമൃദ്ധി ഉണ്ടാകാനൊക്കെ പ്രാർത്ഥിക്കാറുണ്ട്. ഇതല്ലാതെ രസകരമായൊരു പ്രാർത്ഥനയുണ്ട് കേട്ടോ. അത് പുട്ടുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. പ്രധാനമായിട്ടും കല്യാണമൊക്കെ കഴിയുമ്പോൾ അതിൻ്റെ മൂന്നാമത്തെ ദിവസം, മൂന്നാം പക്കം പെണ്ണിൻ്റെ വീട്ടിലേക്ക് ചെക്കനും പെണ്ണും കൂടെ ചെല്ലും. നാലാം പക്കം രാവിലെ ചെക്കന് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കണമല്ലോ. ആ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുന്നതിൽ ഒന്നല്ലെങ്കിൽ അപ്പമായിരിക്കും അല്ലെങ്കിൽ പുട്ടായിരിക്കും. ഈ പുട്ടിന് രുചി ഉണ്ടാകുന്നതിന് വേണ്ടി തലപ്പുട്ട് നേർച്ച എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. ചെറുക്കൻ തന്നെ വേണമെന്നില്ല, നല്ല വിരുന്നുകാരൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അവർ ഇമ്പ്രസ് ചെയ്യുന്നതിന് വേണ്ടി നല്ല രീതിയിൽ പുട്ടുണ്ടാക്കണം, നല്ല രുചിയുള്ള പുട്ടുണ്ടാക്കണം. അപ്പോൾ പുട്ട് നന്നാകുന്നതിന് വേണ്ടിയാണ് ഈ തലപ്പുട്ട് നേർച്ച നടത്തുന്നത്. തലപ്പുട്ട് നേർച്ച എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ഉണ്ടാക്കുന്ന പുട്ടിൻ്റെ ഏറ്റവും മുകളിലത്തെ കഷണം അല്ലെങ്കിൽ ആദ്യം ഉണ്ടാക്കുന്ന ആ പുട്ട് മുഴുവനും കാപ്പിരി മുത്തപ്പന് കൊണ്ടുപോയി കൊടുക്കണം. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നീടുണ്ടാക്കുന്ന എല്ലാ പുട്ടിനും രുചി ഉണ്ടായിരിക്കുന്നതാണ് പറയുന്നത്. ഇപ്പോഴവിടെ കൊടുക്കുന്ന നേർച്ചയിൽ പ്രധാനപ്പെട്ടത് പുട്ട് കൊടുക്കും, പുഴുങ്ങിയ മുട്ട കൊടുക്കും, പിന്നെ സിഗരറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ വാങ്ങുന്ന സിഗരറ്റ് അല്ല,
സിഗാർ എന്ന് പറയുന്നത് ചുരുട്ടെന്ന് പറയുന്ന സംഭവമാണ്. പിന്നെ കരിക്ക്, കള്ള്, ഇതൊക്കെ നേദ്യമായിട്ട് കാപ്പിന് മുത്തപ്പന് കൊടുക്കാറുണ്ട്. ഈ ഒരു ലെജൻഡിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ബാറോസ് എന്ന സിനിമയും നോവലും എഴുതിയിരിക്കുന്നതും അല്ലെങ്കിൽ ചിത്രീകരിച്ചിരിക്കുന്നതും. അതിനെക്കുറിച്ചുള്ള വിശദമായ കഥകൾ ഞാൻ പറയുന്നില്ല, കാരണം ആ സിനിമ കാണുമ്പോൾ നമ്മളെ ത്രില്ലങ്ങോട്ട് പോകും. പക്ഷേ അതേസമയം തന്നെ ഇങ്ങനൊരു ഐതിഹ്യത്തെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കുന്നത് ആ സിനിമയുടെ പെട്ടെന്ന് നമ്മൾക്ക് ഇഴുകിച്ചേരാനായിട്ട് സഹായിക്കും. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഐതിഹ്യത്തെക്കുറിച്ച് ഇന്ന് സംസാരിക്കുന്നത്. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള കഥകൾ ഇഷ്ടമുള്ളവർക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കുക. അതുമാത്രമല്ല, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. മറ്റൊരു കഥയുമായിട്ട് നമ്മൾക്ക് കണ്ടുമുട്ടാം. നമസ്കാരം.